മുണ്ടക്കയം പുത്തഞ്ചന്ത പഞ്ചായത്ത് സ്റ്റേഡിയം നവീകരിക്കുന്നതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ 140 നിയോജകമണ്ഡലങ്ങളെയും ഓരോ കളിക്കളം എടുത്തപ്പോൾ അതിൽ ഒന്നാം ഘട്ടത്തെ 40 നിയോജകമണ്ഡലങ്ങളെയാണ് ഉൾപ്പെടുത്തിയത്. അതിൽ ഞാൻ നന്നായി ഇടപെട്ടതിൻ്റെ കൂടി ഫലമായി ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രിയും മറ്റും നമ്മളോട് കാണിച്ച ഒരു പ്രത്യേക പരിഗണനയിൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ പൂഞ്ഞാർ നിയോജകമണ്ഡലം ഉൾപ്പെടുകയായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ നിയോജകമണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിൽ നിന്നും ഓരോ കളിക്കളത്തിൻ്റെ പേര് ചോദിച്ചിരുന്നു. അങ്ങനെ 10 പേരുകൾ കൊടുത്തിട്ടുമുണ്ട് വികസിപ്പിക്കേണ്ടതായ ഓരോ പഞ്ചായത്തിലും. അതിൽ നിന്നും ഒന്നാം ഘട്ടത്തിൽ ഒരെണ്ണം ഉൾപ്പെടുത്താൻ വകുപ്പിൽ നിന്നും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിൽ ഒന്നാമതായി ഈ മുണ്ടക്കയം പഞ്ചായത്തിന്റെ അധീനതയിലും അധികാരത്തിലുമുള്ള പുത്തഞ്ചന്ത സ്റ്റേഡിയം ഉൾപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി എന്ന സമഗ്രമായ കേരളത്തിലെ കായിക നയത്തിന്റെ ഭാഗമായുള്ള നമ്മുടെ കളിക്കളങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതിയിൽ ഇത് ഉൾപ്പെടാനായിട്ട് ഇടവന്നത്. ഏതാണ്ട് 1.5 വർഷമായി ഇതിന്റെ പ്രോസസ്സ് നടക്കുകയാണ്. നമുക്കറിയാം, ഒരു വികസന കാര്യം ഇവിടെ ഇരിക്കുന്നവർ നല്ലൊരു പങ്ക് ജനപ്രതിനിധികളാണ്. ഒരു വികസന കാര്യം നടപ്പിലാക്കി എടുക്കണമെങ്കിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് പ്രളയമൊക്കെ വന്നതും ഒരു തടസ്സമായി. ഏതായാലും ശരി, ആ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം അതിജീവിച്ച് നമുക്കിന്ന് ഈ മുണ്ടക്കയം പുത്തഞ്ചന്ത സ്റ്റേഡിയത്തിന്റെ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽപ്പെടുത്തി കായിക വകുപ്പിൽ നിന്നും 50 ലക്ഷം രൂപയും എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സ്റ്റേഡിയം നവീകരണത്തിന്റെ ഭാഗമായി ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ, രാത്രിയിലും കായിക മത്സരങ്ങൾ നടത്തുവാൻ ഫ്ലഡ് ലൈറ്റുകൾ, ഫെൻസിംഗ്, ഗ്രൗണ്ടിന് ചുറ്റും നടപ്പാത നിർമ്മാണം എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ക്രമീകരിക്കുക. 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കത്തക്ക വിധമാണ് കരാർ നൽകിയിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ, PR അനുപമ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PK പ്രദീപ്, ജോഷി മംഗലം, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക്, മെമ്പർമാരായ CV അനിൽകുമാർ, ഷിഫാദി ഫൈൻ, ദിലീഷ് ദിവാകരൻ, ഫൈസൽ മോൻ, KN സോമരാജൻ, സുലോചന സുരേഷ്, ജാൻസി തൊട്ടിപ്പാട്ട്, ബിൻസി മാനുവൽ, റൈച്ചൽ KT, സിനിമോൾ തടത്തിൽ, പ്രസന്ന ഷിബു, ബെന്നി ചേറ്റുകുഴി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.